ക്രോസ് ന്യൂസിലേക്ക് സ്വാഗതം. പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും വാർത്തകളാണ് അറിയിക്കുവാനുള്ളത്. പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം എല്ലാവരും ഒഴിവാക്കണം. പെൻഷൻ മുടങ്ങുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വാർഷിക മസ്റ്ററിംഗ് നടത്താത്തത് കൊണ്ടാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിൽ മസ്റ്ററിംഗ് നടക്കാറുണ്ട്. എന്നാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വാർഷിക മസ്റ്ററിംഗ് നടത്താത്തവരുടെ പെൻഷൻ മുടങ്ങും. വാർഷിക മസ്റ്ററിംഗ് നടത്താത്തവർക്ക് എല്ലാ മാസങ്ങളിലും മസ്റ്ററിംഗ് നടത്തുവാനുള്ള സൗകര്യവുമുണ്ട്. വെബ്സൈറ്റ് എല്ലാ മാസവും 20-ാം തീയതി വരെ ഓപ്പൺ ആയിരിക്കും. മസ്റ്ററിംഗ് നടത്താതിരുന്നവർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. കിടപ്പുരോഗികളായിട്ടുള്ളവർക്ക് അവരുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതാണ്. അത് അക്ഷയ കേന്ദ്രങ്ങളിലെ പഞ്ചായത്തിനെ അറിയിച്ചാൽ മതിയാവും. ഡിസംബർ മാസത്തിൽ പെൻഷൻ ലഭിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നടത്തണം. പക്ഷേ ഏത് മാസമാണോ മസ്റ്ററിംഗ് നടത്തുന്നത് ആ മാസം മുതലുള്ള പെൻഷനെ പിന്നീട് കിട്ടുകയുള്ളൂ. മുടങ്ങിയ പെൻഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. പെൻഷൻ മുടങ്ങുവാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് 4 ചക്ര വാഹനങ്ങൾ പ്രായമായവരുടെ പേരിൽ മക്കളൊക്കെ വാങ്ങിക്കുമ്പോൾ അവരുടെ പെൻഷൻ മുടങ്ങിപ്പോകും. അങ്ങനെ പലർക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്, പെൻഷൻ ലഭിക്കാതെ വന്നിട്ടുണ്ട്. മക്കളൊക്കെ എവിടെയെങ്കിലും ജോലിക്ക് പോയതിനു ശേഷം അവർ നാട്ടിലില്ലാത്തവരായിരിക്കാം, ഉള്ളവരായിരിക്കാം, അവർ വേറെ താമസിക്കുന്നവരായിരിക്കാം. പ്രായമായവരുടെ പേരിൽ വണ്ടി വാങ്ങും. വീട്ടിൽ അച്ഛനും അമ്മയല്ലേ, ഞാൻ ആദ്യം വാങ്ങുന്ന വാഹനം അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അവരുടെ പേരിൽ നിങ്ങൾ വാഹനങ്ങൾ വാങ്ങിയാൽ അവരുടെ പെൻഷൻ മുടങ്ങും. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനുവദിക്കുന്നുള്ള ഒരു മാനദണ്ഡമാണ് 4 ചക്ര വാഹനങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളത്. അങ്ങനെ വാഹനങ്ങൾ വാങ്ങിയാൽ അത് പെൻഷൻ മുടങ്ങിപ്പോകും. 9/12/2024 ധനകാര്യ സെക്രട്ടറിയുടെ അറിയിപ്പ് പ്രകാരം വിധവകൾ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കണം. 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരുടെ പെൻഷൻ വാങ്ങുന്നവർ വിവാഹിതരല്ല എന്നുള്ള സർട്ടിഫിക്കറ്റും ഫെബ്രുവരി 28 മുമ്പായി ഹാജരാക്കണം. ഇങ്ങനെ നൽകിയില്ല എങ്കിൽ അവരുടെ പെൻഷൻ അതിനുശേഷം മുടങ്ങുന്നതായിരിക്കും. ഇക്കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ സമീപത്തുള്ള നിങ്ങൾക്ക് പരിചയമുള്ള വിധവകളോ 50 വയസ്സിന് പ്രായമുള്ള അവിവാഹിതരോ ആയുള്ളവർ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ അവരെ ഈ കാര്യം അറിയിക്കുക. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ അവരുടെ പെൻഷൻ മുടങ്ങാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കുക. വിവരങ്ങൾ കൃത്യമായി അറിയുകയാണെങ്കിൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ സാധിക്കും. പെൻഷൻ ലഭിക്കാതെ വരുമ്പോഴാണ് പലരും നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്ന കാര്യം അറിയുന്നത്. അപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല, അതിനു മുമ്പായി നമ്മൾ കാര്യങ്ങൾ അറിയണം. ഇത്തരം പെൻഷനുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഇത്തരം അറിയിപ്പുകൾ ലഭിക്കുന്നതിന് വേണ്ടി ക്രോസ് ന്യൂസിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.